കേരളത്തിലെ രാജ്ഭവൻ എന്ന് വേണ്ട കേരളത്തിലെ ഇന്ത്യയിലോ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ RSSന്റെ ബിംബവൽക്കരണം നടക്കുന്നതിനെതിരെ ഞങ്ങൾ പോരു ചെയ്യും, ഞങ്ങൾ യുദ്ധം ചെയ്യും, ഞങ്ങൾ അതിനെതിരെ നിരന്തരം പോരാടും. കേരളത്തിലെ CPMന് ചിലപ്പോൾ BJPയോടും RSSനോടും സന്ധി ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഞങ്ങൾ നിരന്തരം RSSന്റെ ബിംബവൽക്കരണത്തിനെതിരെ, ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ RSS വൽക്കരിക്കുന്നതിനെതിരെ, സംഘപരിവാർ വൽക്കരിക്കുന്നതിനെതിരെ നിരന്തരം പോരാടും. സന്ധിയില്ലാത്ത പോരാട്ടം നടത്തും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് BJPയുടെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, ഈ സാരാനാഥിലെ നമ്മുടെ സിംഹപ്രതിമയും അശോക ചക്രവും മൂവർണ്ണ കൊടിയും ഒക്കെ ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സ്വീകരിക്കുകയും അതിനെ റെസ്പെക്ട് ചെയ്യേണ്ട കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ നിശ്ചയിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ നിങ്ങളുടെ ഗവർണർ RSSകാരനായിട്ടുള്ള ആർലേക്കർ രാജ്ഭവനിൽ ആരാധിച്ച അത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒന്നുമല്ല എന്നുള്ളതിൻ്റെ സന്ദേശം കൂടിയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ഉൾച്ചേരുന്ന ബിംബങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇന്ത്യൻ ഭരണഘടന അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ, നമ്മുടെ ദേശീയ പതാക അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ, അശോക ചക്രം അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാവർക്കും ഇടമുള്ള അത്തരം ബിംബങ്ങൾക്ക് ഞങ്ങൾ അംഗീകാരം കൊടുക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ RSSന്റെ ചെലവിൽ RSSന്റെ കാര്യാലയത്തിലാണ് ആരാധിക്കേണ്ടത്. ഈ പണം എടുത്തല്ല ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി ദിവിഷ എനിക്ക് സമയം കിട്ടില്ല. ഒരു കാര്യം കൂടി, എനിക്ക് സമയം കിട്ടിയില്ല. ഉല്ലാസ് ബാബു പറഞ്ഞു രാജ്യത്തെ വെട്ടിമുറിച്ചുവെന്ന്. 1937കളിൽ സവർക്കർ ധിരാഷ്ട്രവാദത്തെ പറഞ്ഞിട്ടുണ്ട്. 43-ൽ ജിന്നയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധിരാഷ്ട്രവാദത്തിന് വേണ്ടി സവർക്കർ. 1939-ൽ ഗോവൽക്കർ എഴുതിയിട്ടുണ്ട് ധിരാഷ്ട്രവാദം വേണമെന്ന്, പാകിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യം വേണമെന്ന്. അപ്പോൾ RSSന്റെയും സംഘപരിവാറിന്റെയും ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരൊക്കെ ധിരാഷ്ട്രവാദത്തിന് വേണ്ടിയിട്ട് ജിന്നയോടൊപ്പം പാകിസ്ഥാൻ വാദം നടത്തിയപ്പോൾ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാതിരിക്കാൻ വേണ്ടി അവസാനം വരെ പോരാടിയിട്ട് ഗത്യന്തരമില്ലാതെ അതിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നവരെ നമ്മൾ. അന്ന് ഞങ്ങൾ പ്രയത്നിച്ച സമയത്ത് BJPയുടെയും RSSന്റെയും മുൻ നേതാക്കന്മാർ എവിടെയായിരുന്നു? അവരൊക്കെ എവിടെയായിരുന്നു? അവർ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഒളിവിലിരിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് പ്രാണസേവ ചെയ്യുകയായിരുന്നു. അവർ ഒറ്റുകൊടുക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം. ഒരു കാര്യം കൂടി, പാകിസ്ഥാനിൽ പോകണം. ഞാൻ വൃത്തികെട്ട വാദം പറഞ്ഞു എന്നല്ല പറയാം. പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞത് PC ജോർജ് ഉണ്ട്. കേരളത്തിലെ ഒരു പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ PC ജോർജ് വൃത്തികെട്ടവരാണോ? കൃഷ്ണ ഗഡ്ജെ വൃത്തികെട്ടവരാണോ? മണികാന്ത റാത്തോഡ് വൃത്തികെട്ടവരാണോ? ഈ രാജ്യത്തെമ്പാടുമുള്ള BJPയുടെ നേതാക്കന്മാർ, RSSന്റെ നേതാക്കന്മാർ വൃത്തികെട്ടവന്മാരാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോകണമെന്ന് നിരന്തരം കൊലപ്പെടുന്ന PC ജോർജ് അടക്കമുള്ള മുഴുവൻ ആളുകളും വൃത്തികെട്ടവന്മാരാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. താങ്കളുടെ പാർട്ടിയുടെ നേതാവിനെ PC ജോർജ് ആരാണ് വൃത്തികെട്ടവർ, ആരാണ് ഈ രാജ്യം ഒരുമയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ലോകത്തിനും ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന വിഷയങ്ങളാണ്.